രാവിലെ എണീച്ചതും ഫ്രഷ് ആയിക്കതിന് ശേഷം എന്താ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വന്നിരിക്കുന്നത്. നല്ലോണം വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വെയിൽ കൊള്ളുന്ന ഏരിയ ആയതുകൊണ്ട് വാടാൻ പാടില്ലല്ലോ. അപ്പോൾ ചെടിക്കൊക്കെ നല്ലോണം നനവ് കൊടുത്ത് വിട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ നോക്കുമ്പോഴാണ് കണ്ടത്, ഞാൻ അന്ന് അവക്കാഡോൻ്റെ വിത്ത് കുത്തിയിട്ടു. അതിപ്പോൾ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ അന്ന് വാങ്ങിയ കിസാൻ കേന്ദ്രത്തിന് വാങ്ങിയ വളമൊക്കെ എല്ലാത്തിനും കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. കുറച്ച് തിരക്കായതുകൊണ്ട് ഇപ്പോഴാണ് സമയം കിട്ടിയത്. മത്തത മൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. തണ്ട് നോക്കിയപ്പോൾ നല്ല കട്ടിയുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയോ കഷ്ടപ്പെട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു ദിവസം കറി വയ്ക്കാനുള്ള വലിപ്പമൊക്കെ കിട്ടിയിട്ടുണ്ട്. നേരെ അമ്മൻ്റെ കൈ കൊടുത്ത് നമുക്ക് കട്ട് ചെയ്യിപ്പിക്കാം. കട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ നോക്കിയത്, തണ്ട് മാത്രമല്ല കായ്ക്ക് നല്ല കട്ടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മനോട് പറയായിരുന്നു, ഓണത്തിന് മുറിച്ചാൽ മതിയായിരുന്നു, ഇപ്പോൾ മൂത്തില്ലേ, ഇനി ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ. അപ്പോൾ അമ്മ വെയിറ്റ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് മുറിച്ചു. എൻ്റെ മനസ്സ് ഫുൾ അയ്യോ ഇത് ഉപയോഗിക്കാൻ പറ്റാണ്ടാവുമോ, കറി വയ്ക്കാൻ പറ്റാണ്ടാവുമോ എന്നുള്ളതായിരുന്നു. പക്ഷെ മുറിച്ച് കഴിഞ്ഞപ്പോൾ അത് മാറി. കണ്ടില്ലേ, നല്ല മഞ്ഞ കളറ്. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നി. നല്ല മഞ്ഞ കളർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പീസ് നമ്മൾ എടുത്തിട്ട് ഒന്നും തൊട്ട വീട്ടിൽ മേമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. കുരുവൊക്കെ അത്യാവശ്യം മൂപ്പായതുകൊണ്ട് അമ്മ അതാ കുരുവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉണക്കിയിട്ട് കുത്തിയിടാം. വീട്ടിൽ വെള്ളപ്പയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചപ്പയർ വലിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പച്ചപ്പയറും ഇതും കൊണ്ട് കറി വെച്ചാൽ സൂപ്പറായിരിക്കും. കഷ്ണമൊക്കെ മുറിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അമ്മ കറി വെക്കുന്നതൊക്കെ നോക്കി ഞാൻ ടെറസിന് മുകളിൽ പോയി മത്തം വള്ളി മാറ്റിയതുകൊണ്ട് അവിടെ ഒഴിവായി. അപ്പോൾ ആ ഒഴിവിൽ ഞാൻ കുറച്ച് ഗ്രോ ബാഗുകൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഫില്ലായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മടത്തം കളിയൊക്കെ പഴുത്തുകൊണ്ട് അതൊക്കെ വലിച്ചു കഴിച്ചു. അന്നേരം മത്തൻ കറി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് വെല്ലം ചേർക്കാറുണ്ട്. അത് കുറച്ച് മധുരമുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചൂട് ചോറിനൊപ്പം ഞാൻ മത്തൻ കറി കുറച്ച് എടുത്തിട്ടുണ്ട്. വീഡിയോ ഇറക്കുന്ന മുന്നായിട്ട് എനിക്ക് നല്ല വിശപ്പായതുകൊണ്ട് ഞാൻ വേഗം കഴിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക.